നാരങ്ങ വിളക്ക് ഭദ്രകാളി ക്ഷേത്രത്തിൽ ഒരു വഴിപാടായിട്ട് നടത്താറുണ്ട് അല്ലേ? പലപ്പോഴും പല ആചാര്യന്മാരും പറയുന്നത് കേട്ടിട്ടുണ്ട്, നാരങ്ങ വിളക്ക് നടത്താൻ പാടില്ല, അത് രജോ ഗുണപ്രധാനമായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് അത് ഈ ഒരു കാലഘട്ടത്തിലുണ്ടായ ഒരു ആചാരമാണ്, അത് നമ്മുടെ തന്ത്ര സംവിധാനത്തിൽ ഇല്ലാത്തതാണ് എന്നൊക്കെ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്ന വിഷയം, ഈ നാരങ്ങ വിളക്ക് എങ്ങനെയാണ്, അതിൻ്റെ താന്ത്രികപരമായിട്ടുള്ള വശം എന്താണ് തുടങ്ങിയ കാര്യങ്ങളും നാരങ്ങ വിളക്ക് ഇട്ടതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ഫലസിദ്ധിയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. മാന്യ പ്രേക്ഷകർക്ക് ശാക്തേയ മാന്ത്രിക പീഠത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുകയെന്നുണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അനേകം വീഡിയോകൾ ലഭിക്കുന്നതാണ്. ഇനി എന്താണ് നാരങ്ങ വിളക്ക്, അല്ലെ എന്തിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്കൊന്ന് ശാസ്ത്രീയമായും നോക്കേണ്ടതായിട്ടുണ്ട്. ഭദ്രകാളിയെ പ്രധാനമായിട്ട് ആരാധിക്കുന്നത് സാത്വികമായും രാജസമായും തവോ ഗുണപ്രധാനമായും 3 ഭാവങ്ങളിലും ഭദ്രകാളിയെ ആരാധിക്കാറുണ്ട്. അതിൽ നമ്മൾ ഫലമൂലാദികൾ വച്ച് പ്രാർത്ഥിക്കുന്ന ആ ഒരു സമ്പ്രദായം നമ്മൾ സാത്വികമായിട്ടുള്ളതാണ്. അതായത് പഴങ്ങളോ പൂക്കളൊക്കെ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പലപ്പോഴും സാത്വികമായിട്ടുള്ള ഒരു ആരാധനാ രീതിയാണ്. എന്നാൽ ഗുരുതിയോടുകൂടിയുള്ള നാരങ്ങ, ഗുരുതി തുടങ്ങിയ അമ്മള ഗുണപ്രധാനമായിട്ടുള്ള ചുവന്ന പൂക്കള്, ചുവന്ന പട്ട് തുടങ്ങിയവ വച്ച് ആരാധിക്കുന്ന ആ രീതി രജോ ഗുണപ്രധാനമായ, അല്ലെങ്കിൽ ദേവിയുടെ രജോ ഗുണഭാവത്തെയാണ് നമ്മൾ ആ ഒരു ആരാധനയിലൂടെ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ചില മാന്ത്രിക കർമ്മങ്ങൾ ചെയ്യുന്ന മാന്ത്രികരായിട്ടുള്ള ആളുകൾ ദേവിയെ ഉപാസിക്കുന്നത് മദ്യം, മാംസ്യം തുടങ്ങിയ വിഭവങ്ങൾ കൊണ്ട്, അവിസുകൾ കൊണ്ടാണ് ദേവിയെ പ്രീതിപ്പെടുത്തുന്നത്. അത് തമോ ഗുണമായ ദേവിയുടെ തമോ ഗുണഭാവത്തെയാണ് അത്തരം പൂജകളിലൂടെ ആരാധിക്കപ്പെടുന്നത്. അപ്പോൾ ഈ നാരങ്ങ വിളക്ക് എന്ന് പറയുന്ന ഈ ഒരു പൂജാ സമ്പ്രദായം അത് ഏതിൽ പെടും എന്ന് ചോദിച്ചാൽ അത് രജോ ഗുണപ്രധാനമായിട്ടുള്ള ഒന്നാണ്. കാരണം ആ നാരങ്ങ എന്ന് പറയുന്നത് അമ്ല ഗുണമുള്ള ഒന്നാണ്, അമ്ല ഗുണമുള്ളത്. ഈ ശർക്കര അതുപോലെ മാംസ്യവുമായി ബന്ധപ്പെട്ട ഒന്നാണ് ശർക്കര. അപ്പൊ ശർക്കര ഉപയോഗിച്ച് ചേർക്കുന്ന ശർക്കര പായസമൊക്കെ ഈ പറഞ്ഞ രജോ ഗുണപ്രധാനമായിട്ടുള്ള ഒന്നാണ്. പാൽപായസമാണെങ്കിൽ അത് സാത്വിക ഗുണമായിട്ടുള്ളതാണെങ്കിൽ, ശർക്കര പായസമാവുമ്പോൾ അത് രജോ ഗുണപ്രധാനമായിട്ടുള്ള ഒരു ഹവിസായിട്ട് മാറും. ഇതേപോലെ തന്നെയുള്ള ഒരു ഹവിസാണ്, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനാ രീതിയാണ് നാരങ്ങ. നാരങ്ങയ്ക്ക് അമ്ല ഗുണമുണ്ട്. പലപ്പോഴും പല മാന്ത്രിക കർമ്മങ്ങളിലുമൊക്കെ ഈ ഇത്തരം അമ്ല ഗുണങ്ങൾ ചില നെഗറ്റീവ് എനർജികളെയെല്ലാം ഒഴിഞ്ഞു മാറ്റാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാറുണ്ട് നാരങ്ങ. അപ്പൊ ഇവിടെ നാരങ്ങയുടെ ആ അമ്ല ഗുണത്വവും നാരങ്ങയുടെ നിറവും അത് രണ്ടും രജോ ഗുണമുള്ളതാണ്. അപ്പോൾ അങ്ങനെ രജോ ഗുണപ്രധാനമായിട്ടുള്ള ഈ ഒരു വസ്തുവിന്റെ അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ആ സത്ത് എന്ന് പറയുന്നത് നമ്മുടെ അന്തരംഗത്തെ സൂചിപ്പിക്കുന്നതാണ്. എന്താണ് അതിൻ്റെ അന്തരംഗം? ഇപ്പൊ നാളികേരത്തിൻ്റെയും അതുപോലെ തന്നെയാണ്, അല്ലെങ്കിൽ ഇതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഉപയോഗിക്കുന്ന നാരങ്ങയുടെ അമ്ല ഗുണം എന്ന് പറയുന്ന അതിൻ്റെ സത്താണ്. ആ സത്ത് നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരത്തെയും ഞാനെന്ന ഭാവത്തെയും ഒക്കെയാണ് അത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മളത് മുറിച്ചിട്ട് അതിൻ്റെ ആ സത്തായ നീരിനെ നമ്മൾ കളയുന്നു. അതായത് ഭഗവതിക്ക് എന്നെ തന്നെ നാരങ്ങയുടെ രൂപത്തിൽ, ഫലരൂപത്തിൽ ഞാൻ സമർപ്പിക്കുമ്പോൾ ആ ഞാൻ എന്ന ഭാവത്തെ തന്നെ അവിടെ ഇല്ലാതെയാക്കിക്കൊണ്ട് ദേവിയെ നമ്മൾ പൂജിക്കാനായിട്ട് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അവിടെ സമർപ്പിക്കുമ്പോൾ അതിൻ്റെ അല്ലികളെല്ലാം പുറത്തു വരുന്ന രീതിയിൽ കുരുക്കൾ, അതിൻ്റെ കുരു ഒക്കെ കളഞ്ഞിട്ട് അതിനെ തിരിക്കുന്നു. തിരിച്ചതിന് ശേഷമാണ് അതിൻ്റെ അത് നെയ്യോ വെളിച്ചെണ്ണയോ ഉപയോഗിച്ച്, അതിന് തൊലിയുടെ ഉള്ളിലാണ് അപ്പോൾ അത് ഒഴിക്കുന്നത്. നെയ്യോ നല്ലെണ്ണയോ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അവിടെ ആ വിളക്ക് കൊളുത്തുന്നത്. അങ്ങനെ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എന്താണ് ഗുണം? ആ ഒരു വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച് ഓം ഹ്രീം നമശിവായ, ഓം ഹ്രീം ഓം നമശിവായ തുടങ്ങിയ മന്ത്രങ്ങളൊക്കെയാണ് ഈ ഒരു സമയത്ത് പ്രത്യേകമായിട്ട് ഉരുവിടേണ്ടത്.
അങ്ങനെ ഉരുവിട്ടുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന അത്തരം നാരങ്ങാ വിളക്ക് ഒരു താലത്തിൽ ഒരു തട്ടത്തിലായി കത്തിച്ച് ദേവിയുടെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതോടുകൂടി സ്ത്രീകളാണ് ഈ കർമ്മം പ്രധാനമായും ചെയ്യുന്നതെന്നുകൂടി ഈ സമയത്ത് ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്യുന്നതോടുകൂടി ആ കുടുംബത്തിനുണ്ടാകുന്ന ദാമ്പത്യ വിജയം, കുടുംബ ഐശ്വര്യം, അതുപോലെ കുടുംബ കലഹങ്ങൾ മാറ്റുവാനായിട്ട് ഇത്തരം വിളക്ക് വയ്ക്കുന്നത് കൊണ്ട് സാധിക്കുന്നു. നല്ല ഒരു ദാമ്പത്യ ജീവിതത്തിന്, കുട്ടികളുടെ ക്ഷേമത്തിനും ശ്രേയസ്സിനും, വിവാഹിതരാകാൻ പോകുന്നവർക്കും വിവാഹിതരായവർക്കും അവരുടെ ദാമ്പത്യ ജീവിതത്തിന്റെ വിജയത്തിന് എല്ലാം ദേവിയുടെ വളരെ വലിയ അനുഗ്രഹം ഉണ്ടാകുമെന്നുള്ളതാണ് നാരങ്ങാ വിളക്ക് കൊണ്ട് ഭദ്രകാളിക്ക് മുന്നിൽ കത്തിച്ച് പ്രാർത്ഥിച്ചാലുള്ള ഫലം. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്തേ. ഞാൻ ജയകുമാർ ശർമ്മ, ശാക്തേയ മാന്ത്രിക പീഠം ആചാര്യൻ.